കിരണിന്റെ അച്ഛൻ മരിച്ചെന്ന് രാഹുലിനെ അറിയിച്ചായിരുന്നോ? ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. എനിക്ക് നല്ല പനിയല്ല, ഞാനോട് വന്നേനെ. എന്തോ പോവാനൊരു മടി. സാരമില്ല, പോയിട്ട് വാ. ചേട്ടായുടെ ചെറുപ്പത്തിൽ കിരണിന്റെ അച്ഛൻ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ. ചേട്ടാ ഇതൊന്നും മറക്കാൻ പാടില്ല. പോകാല്ലേ? ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. പോരാട്ടോ. എന്നെ കുട്ട ഒരു സങ്കടം. അമ്മ, പപ്പ എവിടെ പോയതാ? പപ്പയുടെ ഒരു ഫ്രണ്ടില്ലേ കിരണങ്ങളുടെ അച്ഛൻ മരിച്ചുപോയി, അവിടെ പോയതാ. പക്ഷെ പപ്പ കിരണങ്ങളോട് മിണ്ടാറില്ലല്ലോ. പപ്പ വഴിയിൽ വെച്ച് കാണുമ്പോൾ പോലും തിരിഞ്ഞു നോക്കാറില്ല. നീ എന്തൊക്കെയാ പറയണേ? പപ്പ ഞങ്ങളും തമ്മിൽ മിണ്ടാറില്ലെന്ന് നിന്നോടാരാ പറഞ്ഞേ? ഞാൻ കണ്ടിട്ടുണ്ടമ്മേ. പപ്പ ഇന്നാല് കിരണങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടണ കണ്ടല്ലോ. അതിനുശേഷം പപ്പ കിരണങ്ങളിനെ കണ്ട മിണ്ടാറ് പോലും ഇല്ല. മോനിങ് വന്നേ. മോൻ എന്നാ കേട്ടെ? ആ അങ്കിളെ, പപ്പുള്ളിയുണ്ട്, ഒന്ന് വിളിക്കാവോ? പപ്പ, അപ്പ. കിരണേ, ആടാ മോൻ അങ്ങോട്ട് പോകും. എടാ, ഞാൻ വന്നതേ അപ്പൻ ആശുപത്രിയിലാ. അപ്പൊ ഞാൻ അന്ന് എനിക്ക് കാറ് വാങ്ങാൻ വന്നിട്ട് 40,000 രൂപ അവൻ തിരിച്ചു തന്നായിരുന്നെങ്കിൽ ഞാൻ ആ പെട്ടി കട ആശുപത്രി കൊടുക്കണ. കിരണ, ഞാൻ ഫോൺ വിളിച്ചപ്പോ നിന്നോട് പറഞ്ഞല്ലേ കാണാന്ന്, പിന്നെ എന്നാ നീ ഇപ്പൊ വീട്ടിൽ കയറി വന്നേ? എടാ, എനിക്ക് പൈസക്ക് അത്ര അത്യാവശ്യമായിട്ടല്ലടാ, ഒന്ന് തിരിച്ചു താടാ. കടമായിട്ടല്ലോ, ഞാൻ തന്ന പൈസയല്ലേ ചോദിക്കണം, ഒന്ന് താടാ. എന്റെ കിരണ, നിന്റെ പൈസ ഞാൻ തരാന്ന് പറഞ്ഞല്ലേ? ഞാൻ നിന്റെ 40,000 രൂപ നാട് വിട്ടൊന്നും പോണില്ല. ഞാൻ തരാന്ന് പറഞ്ഞാൽ തരും. എടാ, കുറച്ചെങ്കിലും താടാ, ഇത്ര അത്യാവശ്യമായിട്ടില്ല, അപ്പൻ ആശുപത്രിയായിട്ടല്ലേ, ഒന്ന് താടാ, കുറച്ചെങ്കിലും മതി. എടാ, എനിക്ക് ഒരു അത്യാവശ്യം കോളുണ്ട്, ഞാൻ വിളിക്കാട്ടോ. നോക്കടാ, പൈസ നോക്കാട്ടോ നമുക്ക്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെടാ, ബൈ. ഏതുകൊണ്ടാ പോട്ടോ? എടാ, ഇവിടെ പണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഒരുത്തം വന്നാ, അവന് കുറച്ച് പൈസ കൊടുക്കാൻ പറഞ്ഞു. അവൻ്റെ അപ്പന് സുഖമില്ല പോലും. അവനൊക്കെ കള്ളും കുടിച്ചു വല്ലയിടത്തും കാണിക്കണതിന് ഞാൻ എന്നാ ചെയ്യണം? ഇവനൊക്കെ എങ്ങനെ പൈസ കൊടുക്കാനാ? അല്ലെങ്കിൽ ഇവനൊക്കെ വല്ല സർക്കാർ ആശുപത്രിയിലും പോകണം, അത് പോകില്ലല്ലോ. അന്നേരം ഇവനൊന്നും പത്രാസ് കാണിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞില്ല മോനെ, ഇനി വഴക്കിനൊന്നും സ്ഥാനമില്ലല്ലോ. അമ്മ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരോടും ദേഷ്യം വെക്കണ്ടല്ലോ. വേണ്ടാടാ. അപ്പൊ പിന്നെ ആൾക്കാർ മരിക്കണതിന് മുമ്പ് നമുക്ക് അവരെ സഹായിക്കാനും സ്നേഹിക്കാനും കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാനും പറ്റൂലേ അമ്മ?